നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മളെല്ലാവരും എന്ന് പറയുന്നില്ല, 100-ൽ 90 പേരും, അതായത് 90% പേര് വീടെടുക്കുമ്പോൾ ഒരു ഭവന വായ്പ എന്നുള്ള നിലയിൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നമ്മൾ വായ്പ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഭവന വായ്പ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടത് എന്നതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സ്വന്തമായൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അടച്ചുറപ്പുള്ള വീട്ടിൽ മനസ്സമാധാനത്തോടെ അന്തിയുറങ്ങുന്നതിനോളം സ്വസ്ഥത ലഭിക്കുന്ന മറ്റെന്തുണ്ട്? കാലത്തിനനുസരിച്ചുള്ള രൂപമാറ്റവും വിസ്തൃതിയും കൂടുതലുള്ള വീടുകളാണ് മലയാളികൾ ഇന്ന് പണിതുയർത്തുന്നത്. ജീവിതകാലത്തിൽ ഒരിക്കൽ പൂർത്തീകരിക്കുന്ന സ്വപ്ന വീടിന് ചാരുതയും ഉറപ്പും വർദ്ധിക്കണമെന്ന നിർബന്ധവും മലയാളിക്കുണ്ട്. അതിനായി ബാങ്കുകളിൽ നിന്നും ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഭവന വായ്പകൾ എടുക്കുന്നവരും കുറവല്ല. ഇടപാടുകാരുടെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി ആകർഷകമായ പലിശ നിരക്കോടെ വായ്പകൾ നൽകാൻ ഇത്തരം സ്ഥാപനങ്ങൾ തയ്യാറാണ്. കണക്കുകൾ പ്രകാരം ഭവന വായ്പാ മേഖലയിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഭവന വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വായ്പ ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭവന വായ്പകൾ അനുവദിക്കുന്നത്. പ്രധാനമായും ശമ്പളത്തിൻ്റെയും മറ്റ് വരുമാന സ്രോതസ്സുകളുടെയും കണക്ക് നൽകണം. തിരിച്ചടവിനുള്ള ശേഷിക്ക് പുറമെ വായ്പ എടുക്കുന്ന ആളുടെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, സാമ്പത്തിക സാഹചര്യം, പങ്കാളിയുടെ വരുമാനം എന്നിവയും പരിശോധിക്കും. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിഭാഗത്തിലുള്ള വായ്പകൾ അനുവദിക്കും. വിവിധതരം പലിശ നിരക്കുകൾ, അതിനെപ്പറ്റി ഒന്ന് നോക്കാം. അഡ്ജസ്റ്റബിൾ ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകൾ. എടുക്കുന്ന വായ്പയെയും തിരിച്ചടവ് സമയത്തുള്ള പലിശ നിരക്കിനെയും വിപണിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാവുന്ന ലോണുകളാണ് ഫ്ലോട്ടിംഗ് റേറ്റ് വായ്പകൾ എന്ന് അറിയപ്പെടുന്നത്. മിക്കവാറും റിസർവ് ബാങ്കിൻ്റെ റിപ്പോ നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫ്ലോട്ടിംഗ് റേറ്റ് നിശ്ചയിക്കുന്നത്. ബെഞ്ച് മാർക്ക് നിരക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പലിശ നിരക്കിനെയും ബാധിക്കും. ഫിക്സഡ് റേറ്റ് ലോണുകൾ. വായ്പയുടെ തിരിച്ചടവ് കാലാവധി മുഴുവനും നിശ്ചിത പലിശ നിരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വായ്പകളാണിവ. കാലാവധി കഴിയും വരെ പലിശ നിരക്കിന് മാറ്റമുണ്ടാകില്ല. ഉദാഹരണത്തിന് 10% പലിശ നിരക്കിൽ ഒരാൾ ഭവന വായ്പ എടുക്കുകയാണെങ്കിൽ തിരിച്ചടവ് കാലം മുഴുവൻ 10% പലിശ നിരക്ക് തന്നെ ആയി. റിപ്പോ നിരക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇത്തരം വായ്പകളുടെ പലിശ നിരക്കിനെ ബാധിക്കില്ല എന്നതാണ് ഒരു പ്രത്യേകത. ഹൈബ്രിഡ് ലോണുകൾ. വായ്പയുടെ ഒരു ഭാഗം നിശ്ചിത പലിശ നിരക്കിലും ബാക്കി തുക ക്രമീകരിക്കാവുന്നതുമായ ലോണുകളാണ് കോമ്പിനേഷൻ ലോണുകൾ. വായ്പയായി എത്ര തുക ലഭിക്കും എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഈട് നൽകുന്ന വസ്തുവിന് ആനുപാതികമായി 90% വരെ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. വായ്പ എടുക്കുന്ന വ്യക്തിയുടെ കൊളാറ്ററൽ കവറേജും തിരിച്ചടവ് ശേഷിയുമാണ് പ്രധാനമായും ധനകാര്യ സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നത്. നിലവിൽ മറ്റു വായ്പകൾ ഉള്ള വ്യക്തികൾ അവയെല്ലാം തീർത്തതിന് ശേഷം ഹോം ലോണിന് അപേക്ഷിക്കുന്നതാവും നല്ലത്.
ഇത് ഹോം ലോണിലേക്കുള്ള നിങ്ങളുടെ തിരിച്ചടവ് ശേഷി തെളിയിക്കുന്നതിനും പരമാവധി തുക വായ്പയായി ലഭിക്കുന്നതിനും സഹായകമാകും. പ്രതിമാസ തവണകൾ, അതായത് EMI. തിരിച്ചടവ് സമയത്ത് ഇടപാടുകാരൻ നൽകേണ്ട തുല്യമായ പ്രതിമാസ ഗഡുവാണ് EMI. പലിശ നിരക്കിനെയും വായ്പാ കാലാവധിയെയും ആശ്രയിച്ചാണ് EMI കണക്കാക്കുന്നത്. ഇടപാടുകാരൻ്റെ പ്രായത്തെയും വരുമാനത്തെയും കണക്കാക്കി EMI കാലാവധിക്ക് മാറ്റം ഉണ്ടാവും. ഇനി ഡോക്യുമെൻറ്റേഷൻ. KYC മാനദണ്ഡപ്രകാരമുള്ള രേഖകൾക്ക് പുറമെ വരുമാന സർട്ടിഫിക്കറ്റ്, ഇൻകം ടാക്സ് റിട്ടേണുകൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവയും സമർപ്പിക്കണം. ഈടായി നൽകുന്ന വസ്തുവിൻ്റെ അസൽ രേഖകളും അനുബന്ധ വിവരങ്ങളും സമർപ്പിക്കേണ്ടതുണ്ട്. ഇനി ഇൻഷുറൻസ്. മരണം, പ്രകൃതിക്ഷോഭം, മാരക അസുഖങ്ങൾ തുടങ്ങി ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളിൽ ഭവന വായ്പകൾ ബാധ്യത ആകാതിരിക്കാൻ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നത് നല്ലതാണ്. എടുക്കുന്ന മുഴുവൻ തുകയ്ക്കും ഇൻഷുറൻസ് കവറേജ് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഭവന വായ്പ എടുക്കുന്നവർ ജസ്റ്റ് അറിയേണ്ടത്. അത് മനസ്സിലാക്കി മാത്രം ഭവന വായ്പകൾക്ക് അപേക്ഷ കൊടുക്കുക.